ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഡിസേബിൾഡുള്ള ആളുകളുണ്ടാവില്ലേ, ഡിസേബിൾഡുള്ള കുട്ടികളുണ്ടാവും. അവരെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ചില പാരൻസൊക്കെ ഞാൻ ചിലയിടത്തൊക്കെ പോയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഡിസേബിൾഡുള്ള കുട്ടിയല്ലേ, ഇവക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, അല്ലെ ഇവനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. എന്തൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതിനൊരു വഴിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മളതിനുള്ള വഴികൾ, പിന്നെ ഡിസേബിൾഡുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ ആ കുട്ടി ഉയരത്തിലേക്ക് എത്തുമോ? നിങ്ങൾ തന്നെ ഉയരങ്ങളിലേക്ക് എത്തുമോ? ഇല്ല, ഒരിക്കലും ആ കുട്ടിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പം അവിടെ എന്താ വേണ്ടത്? സപ്പോർട്ട്. ഒരു സംസാരിക്കാത്ത കുട്ടി സംസാരം വേണമെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആ കുട്ടിയെ ഇനിയിപ്പോൾ നാക്ക് തിരിയാത്തൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം? സംസാരിപ്പിക്കാൻ ട്രെയിൻ ചെയ്തുകൊണ്ട് വരണം. അപ്പം ആ കുട്ടി ഒരു ജീവിതത്തിലേക്ക് തിരികെ വരും. പിന്നെ ആളുകള് നമ്മളെ കുട്ടിയെ പറ്റി പല കാര്യങ്ങളും നെഗറ്റീവ്സുകളും പറയും. ആ നെഗറ്റീവ്സിനെ പോസിറ്റീവാക്കി കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരായുധമാണ്. എൻ്റെ ഇതിൽ ഒരു കുട്ടിയെ പരിചയപ്പെടുകയുണ്ടായി. ആ കുട്ടിക്ക് ചെവി കേൾക്കില്ല. 20 വയസ്സാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പാരൻസും നല്ലോണം ആക്ഷേപിക്കുവാൻ എന്തിനാ എന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എന്തിനാണ്. അപ്പം ഈ കുട്ടിക്ക് ചെവി കേൾക്കാൻ കഴിയുന്നില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഈ കുട്ടി എന്ത് ചെയ്യും? ചെവി കേൾക്കില്ല. പിന്നെ എന്താണ്, കുട്ടികളും പാരൻസും ഒക്കെ ഇവരെ അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം അവൻ പ്ലസ് ടു എത്തി. അപ്പം
കുട്ടി കുറേ പരിശ്രമിച്ചു. എങ്ങനെ ഇനി പഠിക്കാൻ സാധിക്കും എന്നുള്ള രീതികളിൽ ആ കുട്ടി കുറേ പരിശ്രമിച്ചു നോക്കി. പക്ഷേ ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഈ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ്, വാഹനത്തിനോട് ഒരുപാട് ഇഷ്ടമാണ്. ബസ് അങ്ങനെയുള്ള സാധനങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. ഈ കുട്ടിക്ക് ബന്ധങ്ങൾ ഉള്ളത് വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളാണ്, സൗഹൃദങ്ങൾ. ഈ സൗഹൃദത്തിലൂടെ ഈ കുട്ടി ഒരുപാട് വളർന്നു. അപ്പം വീട്ടിൽ വന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി സർട്ടിഫിക്കറ്റും എല്ലാം എടുത്ത് ഈ കുട്ടി ജോലി തിരഞ്ഞ് പോയി. അപ്പം ജോലി തിരഞ്ഞ് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ പോയി. അപ്പം അടുത്ത് സാറുമാർ ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ സാറേ, എനിക്കൊരു ജോലി വേണം, എനിക്ക് പഠിക്കാൻ കഴിയില്ല, മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല, എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി പോയ സമയത്ത് പാരൻസിനൊക്കെ എന്താകും എന്നുള്ള ഒരു ഇതായിരുന്നു. ഈ കുട്ടിയുടെ ആത്മവിശ്വാസം ഈ കുട്ടി കൈവിട്ടില്ല. ഈ കുട്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആത്മവിശ്വാസം ഈ കുട്ടി കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഈ കുട്ടി എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്നിറങ്ങി. എന്ത് ജോലിയാണ് വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്ന് ഈ ആളുകൾ ചോദിക്കുമല്ലോ, സാറുമാർ ചോദിച്ചു, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ ഈ കുട്ടി അതൊക്കെ അപേക്ഷിച്ചു കൊടുത്തു. ഈ കുട്ടി നിരാശയായി ഇറങ്ങിയ ഈ കുട്ടി വീണ്ടും അങ്ങോട്ട് ചെന്ന് അപ്പോഴാണ് ചോദിച്ചത് എന്ത് ജോലിയാണ് വേണ്ടതെന്ന്. അപ്പം പറഞ്ഞപ്പം എന്നിട്ട് ആ കുട്ടി വീണ്ടും വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പൊ ഞാൻ ആ കുട്ടിയുടെ സ്റ്റോറി കാണലുണ്ട്. ആ കുട്ടിയുമായി സംസാരിക്കാൻ സ്റ്റോറി കാണുമ്പോഴൊക്കെ അപ്പോഴൊക്കെ ഞാൻ കരുതും, കാരണം ഒരാളെയും നമ്മൾ പരിഹസിക്കരുത്. റിസബിൾഡുള്ള ആളുകൾക്കും കഴിവുകളുണ്ട്. ആ കുട്ടിക്ക് പല കഴിവുകളുമുണ്ട്. പക്ഷെ പാരൻസ് അത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ റിസബിൾഡുള്ള ആ കുട്ടി ഒരുപാട് ഒരു കേൾവിക്കുറവിൻ്റെ പേരിൽ വേറെ ഒരു പ്രശ്നങ്ങളും ആ കുട്ടിക്കില്ല, കേൾവിക്കുറവിൻ്റെ പേരിൽ. അപ്പം
അവരുടെ ഫാമിലിയിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം പാരൻസിനോട് ഇങ്ങനെ പറയും, ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിലും ഡിസേബിൾഡുള്ള കുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ പറയും. അപ്പം എൻ്റെ അമ്മ ഒരു ദിവസം ചോദിച്ചു, അതെന്താ മോനെ അങ്ങനെയെന്ന് ചോദിച്ച സമയത്ത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുറവുകൾ ആള് അംഗീകരിക്കുമല്ലോ, എനിക്കും എൻ്റെ പാർട്ട്ണർക്കും കുറവുകളുണ്ട്, അത് അംഗീകരിച്ച് മുന്നോട്ട് പോവല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ ഡിസേബിൾഡുള്ള കുട്ടികളെ ഒരിക്കലും നമ്മൾ തള്ളരുത്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഡിസേബിൾഡുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അപ്പം അവർക്ക് തൊഴിൽ, ഇപ്പം നമ്മളടുത്തുണ്ട് ഡിസേബിൾഡുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മളെ ബന്ധപ്പെടുക, ഈ വീഡിയോസ് കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്പറും കാര്യങ്ങളും ഒക്കെ നൽകുക. എന്നിട്ട് നമ്മൾ വഴി ഒരാൾക്ക് അനുഗ്രഹം കിട്ടിയാൽ അതിലൂടെ നമുക്ക് എത്രത്തോളം സന്തോഷം ലഭിക്കും. നാളെ നമുക്ക് ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തി ജീവിതത്തിൽ പോയി കഴിഞ്ഞാൽ, ആ വ്യക്തി നല്ലൊരു ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങളെ കോണ്ടാക്ട് നമ്പറും നൽകുക. ഈ ഡിസേബിൾഡുള്ള ആളുകൾക്കും പല കഴിവുകളുണ്ട്, അത് അവരുടെ പാരൻസ് അത് മനസ്സിലാക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ആ മനസ്സിലാക്കി പെരുമാറുന്നതിലൂടെ ആ വ്യക്തിക്ക് ഒരുപാട് കഴിവുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു ആ ഡിസേബിൾഡുള്ള കുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടി തരണം ചെയ്യുന്നുണ്ടാവും. നമ്മളോട് പറയാൻ പറ്റാത്തതുണ്ടാവും, പാരൻസിൻ്റെ പറ്റാത്തതുണ്ടാവും, എല്ലാം ആ കുട്ടി ഒരു നിങ്ങളെ ഇപ്പം ബേക്കിൽ നിന്ന് ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട്ടിക്ക് എത്രയോ രൂപൻ്റെ സർജറി വരെ ചെവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അത് വെച്ചിട്ടാണ് ആ കുട്ടി നടക്കുന്നത്. പക്ഷേ ആ കുട്ടിക്ക് അത് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉമ്മയോ അല്ലെങ്കിൽ ആര് വിളിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് മറുപടി കേൾക്കില്ല, രണ്ട് ചെവി കേൾവില്ല. അപ്പം ഒരു ചെവിക്ക് കുറച്ചുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അപ്പം നിങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരു ഡിസേബിൾ അല്ലാത്ത ഒരാൾക്ക് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ, അപ്പം
ആദ്യമൊക്കെ അവര് വിചാരിച്ചിരുന്നത് എന്ന് വെച്ചാല് അത് വെറുതെ തോന്നല് മാത്രമാണ് എന്ന്. പിന്നീട് ഈ കുട്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലായി തുടങ്ങിയത്. അപ്പം ഈ കുട്ടിയെ വല്ലാതെ തല്ലുകയും എല്ലാം ചെയ്യാം. അപ്പം ഈ കുട്ടിയുടെ അവസ്ഥകൾ മനസ്സിലായതിനു ശേഷം ഈ കുട്ടിയെ സമൂഹം അംഗീകരിച്ചു തുടങ്ങി. ഈ കുട്ടി പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പം നമ്മൾ ഇനിയിപ്പം വാക്കറിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എല്ലാം കഴിവ് ഉള്ള ഒരാളാണ്. ദൈവം നമ്മളെ ഒന്നും കാണാതെ ഭൂമിയിലേക്ക് ഇറക്കി വിടൂല. എന്തെങ്കിലും ദൈവം നമുക്ക് കണക്കാക്കി. പക്ഷേ നിങ്ങൾ സമൂഹത്തിലേക്ക് കുട്ടികളെ ഇറക്കിക്കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ആ കുട്ടിക്ക് എനിക്കും ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ എനിക്കും എല്ലാത്തിനും കഴിയും എന്ന് ആ കുട്ടിക്ക് തന്നെ ഒരു ബോധ്യം വരും. ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാൻ തോന്നും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും ആ കുട്ടി ജീവിതത്തോട് പോരിടുന്നത്. അപ്പോൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഡിസേബിളിലുള്ള ആളുകൾ അനുഭവിക്കണം. അപ്പം അതിനൊക്കെ ഒരു പരിഹാര മാർഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം തൊഴിൽ ഇനി ഡിസേബിളിലുള്ള ആളുകൾക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പഠിക്കാൻ അവർക്ക് എന്താണോ അവരുടെ ചോയ്സ് അതിലേക്ക് നമ്മൾ എത്തിക്കും. പ്രായപരിധിയില്ല, ഒന്നുമില്ല. ആൺകുട്ടികൾക്ക് പ്രായപരിധിയുണ്ട്, പെൺകുട്ടികൾക്ക് പ്രായപരിധിയില്ല. മുതിർന്നവരാവട്ടെ, ആൺകുട്ടികൾക്ക് പ്രായപരിധിയുണ്ട്. എന്തായാലും നമ്മളൊരു കൈ താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് പാരൻസാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളുണ്ട് കൂടെ. ഇപ്പം ഒരു പാരൻസ് ഒരു കുട്ടിയെയും കൊണ്ട് ഒരു പ്രോഗ്രാമിന് പോയി. അപ്പം ആ കുട്ടിയെ പാരൻസ് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഉയരാൻ സാധിച്ചത്. ആ കുട്ടി അതിലൂടെ കുറേ ഉയർച്ചകളിലെത്തി. അപ്പം അവിടെ നിന്ന് ആ കുട്ടിയുടെ പാരൻസിനും ബ്രദറിനും എല്ലാവർക്കും പ്രോത്സാഹനങ്ങൾ കിട്ടി. അതെന്തുകൊണ്ടോ ആ കുട്ടി അത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ട്. പിന്നെ ആ കുട്ടി ആ പ്രോഗ്രാം അവതരിപ്പിച്ച് ആ കുട്ടി എന്താ പറയാ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ കുട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്തോരാൾക്കാരാണ്. ആ കുട്ടിയുടെ കൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് ചെലവഴിക്കാൻ എന്തോരാൾക്കാരാണ്. അതും ഡിസേബിൾഡുള്ള ആളാണ്. അപ്പം ഡിസേബിൾഡുള്ള കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അവർക്കും അവസരങ്ങൾ കൊടുക്കുക, ഉയർത്തി കൊണ്ടുവരാ, എന്നാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ
സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഞങ്ങളുണ്ട്, കൈത്താങ്ങായിട്ട് ഞങ്ങളുണ്ട്. ഞങ്ങളെ ഈ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് രേഖപ്പെടുത്തും. നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറും നൽകുക. താങ്ക് യു വെരി മച്ച്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്മി ഷഹാന, വയനാട്. ഉയർച്ചകളിലേക്ക് എത്താൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കും.